أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وما كان لنبي أن يغل ومن يغلل يأت بما غل يوم القيامة ثم توفى كل نفس ما كسبت وهم لا يظلمون صدق الله مولانا العظيم أهل الجنة ثلاثة ذو سلطان مقسط موفق ورجل رحيم رقيق القلب لكل مسلم وعفيف متعفف ذو عيال صدق رسوله الأمين يد البعوض جناحها في ظلمة الليل البهيم الأليل ويرى عروق نياطها في نحرها والمخ في تلك العظام النحل اغفر لعبد تاب من فرطاته ما كان منه في الزمان الأول. പ്രിയമുള്ളവരെ, വളരെ നാളുകളായി, കുറേ ആഴ്ചകളായി ഇസ്ലാമിൻ്റെ സാമ്പത്തിക വീക്ഷണമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. കുറേ മാസങ്ങൾക്ക് മുമ്പ് തുടക്കം കുറിച്ച ഈ അടിസ്ഥാന വിഷയത്തിൻ്റെ വിവിധ പാർട്ടുകൾ, വിവിധ ഭാഗങ്ങൾ ഓരോന്നായി നാം പഠനത്തിനെടുക്കുകയും വിവരിച്ചു കൊണ്ടിരിക്കുകയുമായിരുന്നു. കഴിഞ്ഞ 2 ആഴ്ചകളിൽ ഇവിടെ പറഞ്ഞത് അഴിമതി എന്ന അപരാധത്തെക്കുറിച്ച് അല്ലാഹുവും റസൂലും പഠിപ്പിച്ചു തന്ന ദീനീ പാഠങ്ങളാണ് ഇവിടെ നമ്മൾ ചർച്ചക്കെടുത്തത്, ഇവിടെ സംസാരിച്ചത്, നിങ്ങൾ കേട്ടത്. അഴിമതി ഒരു വലിയ കുറ്റം തന്നെയാണ് എന്നാണ് അല്ലാഹുവും റസൂലും പറഞ്ഞു തന്നിട്ടുള്ളത്. അഴിമതിക്കാർ വഞ്ചകരാണെന്നും അഴിമതിക്കാരായ ആളുകൾ ഹൃദയത്തിൽ ഈമാൻ കേറാത്ത കപടന്മാരാണെന്നും അഴിമതിക്കാർക്ക് നാളെ പരലോകത്ത് മുത്ത് റസൂലിൻ്റെ ശഫാഅത്ത് പോലും ലഭിക്കാത്ത വിധം അവർ നിർഭാഗ്യവാന്മാരാണെന്നും പരിശുദ്ധ ദീൻ പഠിപ്പിച്ച പാഠം തെളിവുകളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. നമ്മുടെ കാഴ്ചപ്പാടിൽ ചെറിയൊരു തട്ടിപ്പ്, ചെറിയൊരു വെട്ടിപ്പ് നമ്മൾ ഇതിനൊന്നും വലിയ കുറ്റായിട്ടേ കാണുന്നില്ല. 5 നേരം നിസ്കരിച്ചാൽ പോരെ, റമദാനിൽ നോമ്പ് നോറ്റാൽ പോരെ, പള്ളിയിൽ നിന്ന് വല്ല പിരിവിനും വരുമ്പോൾ അതൊരു നല്ലൊരു തുക കൊടുത്ത് റാഹത്താക്കിയാൽ പോരെ, എവിടെയെങ്കിലും കല്യാണം ഉണ്ടെങ്കിൽ 500, 1000, 2000 വേണ്ട 10,000 ഒരു കവറിലിട്ട് സംഭാവന ചെയ്താൽ പോരെ. ഇപ്പുറത്ത് പിടുങ്ങുന്നതും പറ്റിക്കും, അതൊക്കെ അള്ള ഈ കൂട്ടത്തിൽ അങ്ങോട്ട് കണ്ണടക്കും എന്ന ഒരു അബദ്ധധാരണ. ഇത് വളരെ ഗൗരവമുള്ള വിഷയമാണ്. നിങ്ങൾക്കറിയോ, അഴിമതിക്കാരനായ വ്യക്തി ദീനിൻ്റെ പക്ഷത്ത് അണിനിരന്ന് മുസ്ലിം പട്ടാളക്കാരുടെ കൂട്ടത്തിൽ നിലയുറപ്പിച്ച് നിന്ന് പോരാടി മൃത്യു വരിച്ചാലും, മുസ്ലിം ഭടന്മാർക്കിടയിൽ പോരാടി യുദ്ധം ചെയ്ത് ശത്രുവിൻ്റെ വാളാൽ, ആയുധങ്ങളാൽ പരിക്ക് പറ്റി മരിച്ചു വീണാലും ആ വ്യക്തിയുടെ ഷഹാദത്ത് അല്ലാഹു സ്വീകരിക്കുകയില്ല.
ഷഹീദായി അള്ളാഹു പരിഗണിക്കുകയില്ല. ആ മനുഷ്യന്റെ രക്തസാക്ഷ്യം അള്ളാഹു മൈൻഡ് ചെയ്യുന്ന പ്രശ്നമില്ല. നമ്മളിപ്പോ അഴിമതി നടത്തുന്ന ആൾക്കാരാണ്, അള്ളാഹ് കാക്കട്ടെ. ആ ഒരു സ്വഭാവം നമുക്കുണ്ട്. എന്നിട്ട് നമുക്കൊന്ന് ഷഹീദാകാൻ ചാൻസ് കിട്ടിയാൽ പോലും ആ രക്തസാക്ഷ്യം ഷഹാദത്ത് അല്ലാഹ് പരിഗണിക്കൂല. ഇതാരാ പറഞ്ഞത്? മുഹമ്മദുർ റസൂലുള്ളാഹി. എവിടെ? വ്യാജ ഹദീസിലാണോ? അല്ല, സ്വഹീഹ് മുസ്ലിമിൽ കാണാം ഈ ഹദീസ്. ഇമാം അഹ്മദ് റഹിമഹുല്ലയുടെ മുസ്നദിൽ കാണാം പ്രമാണയോഗ്യമായ ഹദീസ്. ഖൈബർ യുദ്ധാനന്തരമുണ്ടായ ഒരു സംഭവം സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുന്നു. ആ ഹദീസിന്റെ റാവിയായ സഹാബി അവിടെന്നാണ്. ഖൈബർ യുദ്ധം കഴിഞ്ഞു. യുദ്ധാനന്തരം സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആ രംഗം പറയാൻ വിശദീകരിക്കുകയാണ് ഈ ഹദീസിൽ. യുദ്ധാനന്തരം ചില സ്വഹാബാക്കൾ റസൂലിന്റെ മുന്നിൽ വന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, ഫുലാനുൻ ഷഹീദുൻ വ ഫുലാനുൻ ഷഹീദുൻ. അള്ളാന്റെ റസൂലെ, നമ്മുടെ കൂട്ടത്തിൽ പോരാടിയ യുദ്ധത്തിനിറങ്ങിയ ഈ ആള് രക്തസാക്ഷിയായിട്ടുണ്ട് നബിയെ. വ ഫുലാനുൻ ഷഹീദുൻ, മറ്റൊരാള് ഇന്ന ആള് ഷഹീദായിട്ടുണ്ട് നബിയെ. നബി ആ ഷഹാദത്ത് അംഗീകരിച്ച് മൗനത്തോടെ നിന്നു. ശരി. ഹത്താ അതൗ അലാ റജുലിൻ ഫഖാലൂ യാ റസൂലല്ലാഹ് വഫുലാനുൻ ഷഹീദ്. രണ്ടാളുടെ ഷഹാദത്തിനെ കുറിച്ച്, രക്തസാക്ഷ്യത്തെ കുറിച്ച് പറഞ്ഞു കേട്ടപ്പോ അള്ളാന്റെ റസൂൽ അത് സ്ഥിരീകരിക്കുകയും അംഗീകരിക്കുകയും ചെയ്തു. ഹത്താ അതൗ അലാ റജുലിൻ, ആ പടക്കളത്തിൽ രണാങ്കണത്തിൽ ചേതനയറ്റ് കിടക്കുന്ന ഒരു ഭടന്റെ ചാരത്ത് ചെന്ന് നോക്കിയിട്ട് സഹാബികൾ തിരിച്ചു വന്നിട്ട് പറഞ്ഞു, വ ഫുലാനുൻ ഷഹീദുൻ, ഇന്നാലിന്ന ആ വ്യക്തിയും ഷഹീദായിട്ടുണ്ട് തങ്ങളെ. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കല്ലാ ഇന്നി റഅയ്തുഹു ഫിന്നാർ. മൂന്നാമത്തെ ഒരു വ്യക്തി മുസ്ലിം സംഘത്തോടൊപ്പം പോരടിച്ച് മരിച്ചു വീണ വ്യക്തി, ആ വ്യക്തിയുടെ ഷഹാദത്ത്, രക്തസാക്ഷ്യം മുത്തു റസൂലിനോട് സ്വഹാബാക്കൾ പറഞ്ഞപ്പോൾ അവരുടെ മുഖത്ത് നോക്കി തങ്ങൾ പറഞ്ഞത്, കല്ലാ, നിങ്ങൾ പറഞ്ഞത് ശരിയല്ല. എന്തുകൊണ്ട്? ഇന്നി റഅയ്തുഹു ഫിന്നാർ, ആ വ്യക്തി നരകത്തിൽ കിടക്കുന്നത് അല്ലാഹു എനിക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. അയാള് നരകത്തിലാണെന്ന് അല്ലാഹു എനിക്കറിയിച്ചു തന്നിട്ടുണ്ട്. ആര്? ഖൈബർ യുദ്ധത്തില് സ്വഹാബാക്കളുടെ കൂടെ പടവെട്ടി രക്തസാക്ഷിയായി പോയ മനുഷ്യൻ നരകത്തിലാണെന്ന് അല്ലാഹു എനിക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. എന്തേ അദ്ദേഹം നരകത്തിലാകാൻ കാരണം? ഫീ ബുർദത്തിൻ ഗല്ലഹാ, ഒരു പുതപ്പ് അഴിമതി നടത്തിയ കാരണത്താൽ. 10,000 ലക്ഷങ്ങളോ കോടികളോ ഒന്നും അഴിമതി നടത്തിയിട്ടില്ല. ഒരു പുതപ്പ്, പൊതുധനത്തിൽപ്പെട്ട ശരീരം പുതക്കുന്ന ഒരു പുതപ്പ്, ഒരു തുണി, അത് അഴിമതി നടത്തിയ കാരണത്താൽ അയാള് നരകത്തിലാണെന്ന വിവരം അല്ലാഹു എനിക്കറിയിച്ചു തന്നിട്ടുണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തെ കുറിച്ച് ഷഹീദെന്ന് നിങ്ങൾ പറയാൻ നിൽക്കണ്ട. സുമ്മഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം, ഈ വിവരം പറഞ്ഞ തങ്ങൾ തുടർന്ന് പറഞ്ഞു, യബ്നൽ ഖത്താബ്, ഖത്താബിന്റെ പുത്രനായ ഉമറേ, വാ, ഇദ്ഹബ്, താങ്കൾ പോയിട്ട് ഫനാദി ഫിന്നാസ്, ജനങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ഉറക്കെ വിളിച്ചു പറയണം, അനൗൺസ്മെന്റ് ചെയ്യണം. എന്താ വിളിച്ചു പറയേണ്ടത്? ഇന്നഹു ലാ യദ്ഖുലുൽ ജന്നത ഇല്ലൽ മുഅ്മിനൂൻ. ചെയ്ത പണിയുടെ മൂല്യം നോക്കിയിട്ടോ, വണ്ണ വലിപ്പം നോക്കിയിട്ടോ, ഷഹാദത്ത് നോക്കിയിട്ടോ, കഠിനാധ്വാനം നോക്കിയിട്ടോ, ഇബാദത്തിന്റെ വണ്ണ വലിപ്പവും ആധിക്യവും എണ്ണപ്പെരുപ്പവും നോക്കിയിട്ടോ ഒരാള് സ്വർഗത്തിലാണെന്ന് പ്രഖ്യാപിക്കാൻ നിൽക്കണ്ട.
തീർച്ചയായിട്ടും കാര്യം ലാ യദ്ഖുലുൽ ജന്നത ഇല്ലൽ മുഅ്മിനൂൻ, സത്യവിശ്വാസം നെഞ്ചകത്ത് വഹിക്കുന്ന മുഅ്മിനീങ്ങളല്ലാത്ത ഒരെണ്ണവും സ്വർഗത്തിൽ പോവില്ല എന്ന് വിളിച്ചു പറഞ്ഞേക്കൂ. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയാണ്, എന്നെ ഏൽപ്പിച്ച ദൗത്യം ഞാൻ വിളിച്ചു പറഞ്ഞു എന്ന് വെച്ചാൽ അഴിമതിക്കാരൻ മുഅ്മിനല്ല, അഴിമതിക്കാരൻ പടവെട്ടി വീണാലും ഷഹീദല്ല, അഴിമതിക്കാരന് സ്വർഗം ഹറാമാണ്, ലഭിക്കുന്ന പ്രശ്നമില്ല. ഗൗരവത്ര വലുതാ. ഉഹദ് യുദ്ധത്തിന്റെ ചരിത്രം നമുക്കൊക്കെ അറിയാം. വഅളുകളിൽ, ചരിത്ര പുസ്തകങ്ങളിൽ നിന്നൊക്കെ പല പ്രാവശ്യം കേട്ടതും പഠിച്ചതും മനസ്സിലാക്കിയതുമാണ്. മുസ്ലിമീങ്ങൾക്ക് പരാജയം അനുഭവിക്കേണ്ടി വന്ന ഒരു യുദ്ധമാണ് ഉഹദ് യുദ്ധം. എന്താണ് ആ പരാജയത്തിന്റെ കാരണം? ഒരു കൂട്ടം സ്വഹാബാക്കള് മുത്ത് റസൂലിന്റെ ആജ്ഞ മറന്നു. എന്തേ മറക്കാൻ കാരണം? അവർക്കൊരു തെറ്റിദ്ധാരണ വന്നു, ഒരു ആശങ്ക വന്നു. യുദ്ധാനന്തര സ്വത്ത്, യുദ്ധം കഴിഞ്ഞു കിട്ടുന്ന സ്വത്തിൽ തങ്ങൾക്കുള്ള വിഹിതം കൃത്യമായി പൂർത്തീകരിച്ച് കിട്ടുമോ ഇല്ലയോ എന്ന ആശങ്ക. ആ യുദ്ധസ്വത്തിൽ മറ്റാരെങ്കിലും പരിധി വിട്ട് കൈയിട്ട് വാരി അഴിമതി നടക്കുമോ എന്ന ആശങ്ക സ്വഹാബാക്കൾക്കുണ്ടായി. ഉഹദ് യുദ്ധം തുടങ്ങുന്നതിന്റെ മുമ്പ് മുസ്ലിം പക്ഷത്തുള്ള യോദ്ധാക്കൾക്ക് അള്ളാഹുവിന്റെ റസൂൽ കൃത്യമായ നിർദ്ദേശങ്ങൾ നൽകി. ആ നൽകിയ സമയത്ത് വില്ലാളി വീരന്മാരായ, അമ്പെയ്ത്തിൽ പ്രഗത്ഭരായ ഒരു സംഘം സഹാബാക്കളെ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ ആ പർവ്വതത്തിന്റെ മുകളിൽ നിൽക്കണം. താഴെ എന്ത് നടന്നാലും എന്റെ അനുവാദമില്ലാതെ അവിടുന്ന് സ്ഥലം മാറരുത്. ഞാൻ പറഞ്ഞിട്ടല്ലാതെ ഞാൻ നിർത്തിയ സ്ഥലത്ത് നിന്ന് അനങ്ങരുത്. താഴെ ചിലപ്പോ കൂട്ടക്കൊല നടക്കും, അമ്പേ പരാജയം വരും, നിങ്ങൾ അനങ്ങാൻ പാടില്ല. നിങ്ങൾ ഞാൻ പറഞ്ഞ ആ മേഖലയിൽ, ആ കുന്നിൻ മുകളിൽ നിങ്ങൾ പിടിച്ചു നിൽക്കണം എന്ന് പറഞ്ഞ് അമ്പെയ്ത്തിൽ വൈദഗ്ധ്യമുള്ള ഒരു പറ്റം സഹാബാക്കളെ നിർത്തി ഉഹദില്. അങ്ങനെ യുദ്ധം തുടങ്ങിയപ്പോ യുദ്ധത്തിന്റെ പ്രഥമഘട്ടം മുസ്ലിമീങ്ങൾക്ക് അനുകൂലാണ്. മുസ്ലിമീങ്ങൾ വിജയം കണ്ടു തുടങ്ങുകയാണ്. ശത്രുക്കൾ പേടിച്ച് പിന്തിരിഞ്ഞ് ഓടുകയാണ്. അവരുടെ ധനം പോർക്കളത്തിൽ ഇട്ടേച്ച് തടി നോക്കി ഓടുകയാണ്. ഉള്ള സ്വഹാബാക്കൾ ആ സമ്പത്ത് വാരിക്കൂട്ടുകയാണ്. കുന്നിൻ മുകളിൽ നിയോഗിക്കപ്പെട്ട അമ്പെയ്ത്ത് വിദഗ്ധരായ സ്വഹാബാക്കൾ കാണുന്ന കാഴ്ച, താഴെ ഖുറൈശിക്കൂട്ടം, ശത്രുക്കൾ തോറ്റോടിക്കൊണ്ടിരിക്കുന്നു. അവരുടെ സമ്പത്ത് നമ്മുടെ പ്രിയപ്പെട്ട സഹോദരന്മാരായ ഭടന്മാർ സ്വഹാബാക്കൾ വാരിക്കൂട്ടിക്കൊണ്ടിരിക്കുന്നു. ഇത് കണ്ട അവർ തമ്മിൽ പറഞ്ഞു, ദേ യുദ്ധം വിജയിച്ചിരിക്കുന്നു. നമ്മളിപ്പോ ഇറങ്ങിച്ചെന്ന് വാരിക്കൂട്ടാൻ നമ്മളും കൂടിയില്ലെങ്കിൽ വിഹിതിക്കുമ്പോ കുറച്ച് കുറവ് നമുക്ക് പറ്റിയേക്കും. അവർക്ക് കിട്ടുന്ന പോലെ നമുക്ക് കിട്ടാൻ സാധ്യതയില്ല. എല്ലാ രംഗവും തണുത്ത് അവസാനിച്ചതിന് ശേഷം ഇറങ്ങി വന്ന് പിന്നെ ആ ഓഹരിന്ന് എന്തെങ്കിലും അവസാനം ചെല്ലുന്നവർക്ക്, അങ്ങനെ നേർച്ച ചോറൊക്കെ കൊടുക്കുമ്പോ ഒടുവിന് വരുന്ന ആൾക്ക് ആദ്യത്തെ ക്വാണ്ടിറ്റി ഉണ്ടാവില്ല, ഏത് ചോറ് ഇറച്ചിയൊക്കെ. ഇങ്ങനെ ഇവർ തെറ്റിദ്ധരിച്ചു, നമുക്ക് കുറയുമോ, വിഹിതത്തിൽ കുറയുമോ. അവര് റസൂലിന്റെ ആജ്ഞ വരും മുമ്പ് ഇറങ്ങി അവിടുന്ന് പടക്കളത്തിൽ വന്ന് തങ്ങൾക്ക് കിട്ടുന്നത് തങ്ങളും സമാഹരിച്ചു, ശത്രുക്കളുടെ സ്വത്ത് ഗനീമത്തായിട്ട്. ആ സമയത്ത് ഓടിപ്പോയ മുശ്രിക്കുകൾ പിറകിലൂടെ വന്ന് അറ്റാക്ക് ചെയ്യുകയും അതിഗംഭീരമായ പരാജയം, കനത്ത നാശം ഉഹദിൽ സംഭവിക്കുകയും ചെയ്തു. പിന്നിലൂടെ വന്ന് ശത്രുക്കൾ അറ്റാക്ക് ചെയ്തു. സംഭവം കഴിഞ്ഞു, ഉഹദിൽ തോറ്റു. തോൽവിയൊക്കെ കഴിഞ്ഞിട്ട് മുകളിൽ നിയോഗിക്കപ്പെട്ടിരുന്ന വില്ലാളി വീരന്മാർ, അമ്പെയ്ത്ത് വിദഗ്ധരായ സ്വഹാബാക്കളെ വിളിച്ച് റസൂലുള്ള ചോദിച്ചു, ഞാൻ നിങ്ങളോട് തുടക്കത്തിലേ പറഞ്ഞതല്ലേ, താഴെ എന്ത് നടന്നാലും എന്റെ ഉത്തരവ് വരും മുമ്പ് അവിടുന്ന് അനങ്ങരുത് എന്ന്. നിങ്ങൾ എന്തിനാ അവിടുന്ന് ഇറങ്ങി വന്നത്? അവർക്ക് പറയാൻ പറ്റുമോ? റസൂലെ പങ്കിട്ട് കൊടുക്കുമ്പോ നമുക്കുള്ളത് കുറഞ്ഞു പോകുന്നുള്ള പേടിയുണ്ട്. നാണക്കേടല്ലേ അത്? അങ്ങനെ പറയുന്നത് നാണക്കേടല്ലേ? എന്ത് നിങ്ങള് എന്റെ നിർദ്ദേശം മാനിക്കാതെ അവിടെ നിന്ന് ഇറങ്ങി വന്നു?
ഞാൻ കൃത്യമായി നിങ്ങളോട് പറഞ്ഞതല്ലേ? അവര് ബാലിശമായ ചില ഒഴിവുകഴിവുകൾ, ചില കാരണങ്ങൾ റസൂലിനോട് പറഞ്ഞു, ഉള്ളത് പറഞ്ഞില്ല. അള്ളാന്റെ റസൂല് പറഞ്ഞു, ബൽ ലനൻതും അന്നാ നഖുല്ലു വലാ നുഖ്സിമു ലക്കും. നിങ്ങൾ ഈ പറഞ്ഞ കാരണങ്ങൾ ശരിയല്ല, ഞാൻ പറഞ്ഞുതരാം നിങ്ങൾ എന്താ അവിടുന്ന് ഇറങ്ങി വന്നതെന്ന്. ബൽ എങ്കിലും കാരണം ലനൻതും അന്നാ നഖുല്ലു, ഇവിടെയുള്ള ഞങ്ങൾ നിങ്ങളെ ചതിക്കുമെന്ന് നിങ്ങൾ തെറ്റിദ്ധരിച്ചു. ഈ യുദ്ധാനന്തര സ്വത്തിൽ അഴിമതി നടക്കുമെന്ന തെറ്റായ ധാരണ നിങ്ങൾക്കുണ്ടായി. വലാ നുഖ്സിമു ലക്കും, നിങ്ങൾക്കുള്ള പങ്ക് കിട്ടാതെ പോകുമോ എന്ന തെറ്റിദ്ധാരണ നിങ്ങൾക്ക് വന്നു. അതല്ലേ കാരണം? അതല്ലേ കാരണം? ഞങ്ങൾ കൈയിട്ട് വാരി അഴിമതി നടത്തും, അങ്ങനെ നിങ്ങൾ അളവ് കുറയുന്നുള്ള നിങ്ങളെ ധാരണ പെശകല്ലേ? ഫനസലത്തില്ലായ ജിബ്രീൽ അലൈഹിസ്സലാം വന്നു, അള്ളാഹുവിന്റെ സന്ദേശം. സൂറ ആലു ഇംറാന്റെ 161. വമാ കാന ലിനബിയിൻ അൻ യഗുല്ല വമൻ യഗ്ലുൽ യഅതി ബിമാ ഗല്ല യൗമൽ ഖിയാമ. വമാ കാന ലിനബിയിൻ അൻ യഗുല്ല, ഒരു നബിയും അഴിമതി നടത്തുന്ന പ്രശ്നമേയില്ല. ഒരു നബിയും ചതി ചെയ്യുന്ന പ്രശ്നം ഉദിക്കുന്നേയില്ല. വമൻ യഗ്ലുൽ, നബിയാകട്ടെ മുർസലാകട്ടെ സാധാരണക്കാരനാകട്ടെ ആരാകട്ടെ, അള്ളാഹു പറയാണ് വമൻ യഗ്ലുൽ, ആരെങ്കിലും അഴിമതി നടത്തിയാൽ യഅതി ബിമാ ഗല്ല യൗമൽ ഖിയാമ, അഴിമതി വസ്തുവുമായിട്ടാണ് അന്ത്യദിനത്തിൽ കടന്നു വരിക. ആയത്തിറങ്ങി. ഈ ആയത്തിന്റെ അവതരണ കാരണമായിട്ട് മറ്റൊരു സംഭവം കൂടി തഫ്സീറുകളിൽ കാണാം. അത് ബദർ യുദ്ധത്തിലാണ്. ബദർ യുദ്ധത്തിൽ മുസ്ലിങ്ങൾ വിജയിച്ച യുദ്ധാണല്ലോ. ഇഷ്ടം പോലെ ഗനീമത്ത് സ്വത്ത് കിട്ടി. അത് എണ്ണി കണക്കാക്കി റെഡിയാക്കി. യോദ്ധാക്കൾക്കുള്ളത് എത്ര, പൊതു ഉള്ളത് ഇത്ര, അങ്ങനെ ഒക്കെ വിഹിതിക്കുന്നതിന്റെ മുമ്പ് എല്ലാം കണക്ക് നോക്കി. പിന്നെ ഇച്ചിരി കഴിഞ്ഞ് നോക്കുമ്പോൾ ഒരു ചുവന്ന കളറുള്ള പുതപ്പ് കാണാനില്ല. എവിടെ? ബദർ യുദ്ധം കഴിഞ്ഞിട്ട് കിട്ടിയ സ്വത്തിന്റെ കൂട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരു ചുവപ്പ് കളറുള്ള പുതപ്പ് കാണാനില്ല. എല്ലാരും പരതി, എവിടെ അത്? നമ്മൾ നോക്കുമ്പോ എണ്ണി കണക്കാക്കി റെഡിയാക്കുമ്പോ ഉണ്ടല്ലോ, ഇപ്പൊ അത് കാണില്ലല്ലോ. മുനാഫിക്കുകൾ കുപ്രചരണം നടത്തി, അതെ നബി തങ്ങൾക്ക് ആ പുതപ്പ് ഇഷ്ടായിട്ടുണ്ടാവും. നല്ല തണുപ്പൊക്കെ ഉള്ള നാടല്ലേ നമ്മുടെ നാട്, അതുകൊണ്ട് തണുപ്പുണ്ടായപ്പോ നബി അത് എടുത്തുകൊണ്ടായിട്ട് പുതച്ചു പോയിട്ടുണ്ടാവും. ആര്? മുനാഫിക്കുകൾ. ആ സമയത്ത് അവതരിച്ചു. അവതരണ കാരണം ഇതും ഉണ്ട് എന്ന് മുഫസ്സിറുകൾ. ഒരു നബി അഴിമതിക്ക് കൂട്ടുനിൽക്കൂല, അഴിമതി നടത്തൂല. അപ്പൊ അഴിമതി പോലെ തന്നെ കുറ്റമാണ്, ഗുരുതരമായ കുറ്റമാണ് അഴിമതി ആരോപണവും. പള്ളി കമ്മിറ്റിന്റെ കണക്ക് നോക്കുമ്പോ ഒരു 10,000 രൂപേന്റെ ഷോർട്ടേജ്, അപ്പൊ പറയാ സെക്രട്ടറി വീട്ടിൽ കൊണ്ടുപോയി. ഇത് പറയാൻ പാടില്ല, കണക്കിലുള്ള തെറ്റാ. കണക്കൊന്ന് ഓഡിറ്റ് ചെയ്ത് നോക്കുമ്പോൾ ഒരു 5,000 എക്സ്ട്രാ ബാക്കിയാ. അതെങ്ങനെ? അതും കണക്ക് എഴുതാൻ മറന്നതാ. ഈ ഇടപാട് ശരിയാവില്ല. രാഷ്ട്രീയ രംഗത്ത് നല്ല അഴിമതി ഉണ്ട്, രാഷ്ട്രീയ രംഗത്ത് ചുമ്മാ അഴിമതി ആരോപണമുണ്ട്. എ പാർട്ടി ഭരിക്കുമ്പോ ബി പാർട്ടിന്റെ പണി അഴിമതി ആരോപിച്ച് പരമാവധി ഇകഴ്ത്തുക ഗവൺമെന്റിന്. തിരിച്ചു വരുമ്പോഴും അങ്ങനെ തന്നെയാണ്. മന്ത്രി അറിഞ്ഞിട്ട് തന്നെ ഉണ്ടാവില്ല സംഭവം, എന്നിട്ട് അഴിമതി ആരോപിക്കുക. ഇത് നമുക്ക് പറ്റൂല. അതിനെയാണ് അള്ളാഹു ചോദ്യം ചെയ്തത്. റസൂലുള്ള ചുവന്ന പുതപ്പ് എടുത്തു മാറ്റി എന്ന കപടന്മാരുടെ വാദഗതിയുടെ അടിവേരറുത്തുകൊണ്ട് അള്ളാഹ് പറഞ്ഞു, ഒരു നബി ആ പണി ചെയ്യൂല. നീ നബിയല്ല, ആര് ചെയ്താലും നിങ്ങൾ പേടിക്കണ്ട. അന്ത്യനാളിൽ അതും കൊണ്ട് പച്ചക്ക് മാനവകുലത്തിന്റെ മുമ്പാകെ നാണം കെട്ട് അപമാന ഭാരത്തോടുകൂടെ വരേണ്ടി വരും. ഓരോരുത്തരും ചെയ്തു കൂട്ടിയതിനുള്ളത് അവിടെ കിട്ടും. വഹും ലാ യുദ്ലമൂൻ. ഇവിടെ ആരോപിക്കപ്പെടും പോലെ ചുമ്മാ ആരോപണം ഒന്നും അവിടെ ഉണ്ടാവില്ല. അവിടെ എവിഡൻസ് കൃത്യമായിരിക്കും, തൊണ്ടി സഹിതമായിരിക്കും അവിടെ വരുന്നത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു.
അഴിമതി കാര്യത്തിൽ അള്ളാന്റെ റസൂലിനുണ്ടായിരുന്ന ജാഗ്രത ഹദീസിൽ കാണാം. ഒരു മുട്ടുസൂചിയുടെ വിലയുള്ള അത്ര ചെറിയ സാധനം പോലും നബി തങ്ങൾ അനർഹമായി ആർക്കും കൊടുത്തില്ല, ആരെയും എടുക്കാൻ അനുവദിച്ചതുമില്ല. അബൂദാവൂദിന്റെ ഹദീസിൽ കാണാം, ഒരു യുദ്ധം കഴിഞ്ഞു, സ്വത്തൊക്കെ കൂട്ടിവെട്ടു, ശത്രുക്കൾ ഇട്ടേച്ചു പോയ സ്വത്തൊക്കെ കൂട്ടിവെച്ചു. അതില് കമ്പിളിയുടെ ഒരു കടിഞ്ഞാണുണ്ട്. ഇതൊന്നിപ്പോ നമുക്ക് പരിചയമില്ല. അന്ന് വണ്ടിയിൽ ഉപയോഗിക്കുന്ന ബ്രേക്കാണ് കടിഞ്ഞാണ്, കുതിരയ്ക്കൊക്കെ ഉപയോഗിക്കുന്ന ചെമ്മരിയാടിന്റെ രോമം പിരിച്ചുണ്ടാക്കിയ കടിഞ്ഞാൻ. ഒരു മനോഹരമായ രോമത്തിന്റെ ഒരു കടിഞ്ഞാൻ ആ കൂട്ടത്തിലുണ്ട്. റസൂൽ ഒരു സഹാബി മാത്രമേ ഉള്ളൂ. ഇദ്ദേഹം ചുളിയിൽ വന്നിട്ട് റസൂലിനോട് പറഞ്ഞു, യാ റസൂൽ അല്ലാ അഴുത്തുനി, അത് നിസാരമായൊരു സാധനല്ലേ, രോമത്തിന്റെ കടിഞ്ഞാൻ, ആരും കാണുന്നില്ല, അതെനിക്ക് തരാവോ? ഇതാർക്കെങ്കിലും കൊടുക്കുക ചെയ്യാം, അല്ലെങ്കിൽ വിറ്റിട്ട് പൊതുവായ കാര്യത്തിന് ഉപയോഗിക്കുക ചെയ്യാം. ആരും പുഴുങ്ങി തിന്നൊന്നുമില്ലല്ലോ. അപ്പൊ എനിക്കത് ഇപ്പൊ ആരും കാണുന്നില്ല, ആ രോമത്തിന്റെ കടിഞ്ഞാൻ കിട്ടി എനിക്ക് കുതിരക്ക് ഉപയോഗിക്കാനാണ്. എന്താ നബി തങ്ങൾ പറഞ്ഞത്? അത് കുഴപ്പമില്ല, നമ്മൾ തമ്മിലുള്ള ബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ ആരും അറിയണ്ട. അങ്ങനെയല്ല ചെയ്തത്. ഇന്നമാസ അൽതനി സിമാമം മിനന്നാർ, മോനെ നീ ചോദിക്കുന്ന ചോദ്യം നരകത്തിലെ ഒരു കടിഞ്ഞാണ മോൻ എന്നോട് ചോദിക്കണേ. ഇന്നമാ സഅൽതനി സിമാമം മിനന്നാർ, അഗ്നിയാലുള്ള ഒരു കടിഞ്ഞാണാണല്ലോ മോനെ നീ എന്നോട് ചോദിക്കുന്നത്. ലം യകുൽ ലക അൻ തസ്അലനീഹി വലം യകുൽ ലീ അൻ ഉഅതിയഹു, നീ അത് ചോദിക്കാൻ പാടില്ല, ചോദിച്ച സ്ഥിതിക്ക് എനിക്ക് തരാനും പാടില്ല. മോൻ വിട്ട വണ്ടി എന്ന് പറഞ്ഞു. റസൂലിന്റെ ഒരു ദുആ ഉണ്ട്, അല്ലാഹുമ്മ ലാ തജ്അൽ ലിഫാജിരിൻ ഇൻദി യദാ ഫയുഹിബ്ബുഹു ഖൽബാ. പഠിച്ചോനെ, അരുതായ്മ ചെയ്യുന്ന ആളുകളുണ്ട് നാട്ടില്, തെമ്മാടികളുണ്ട് നാട്ടില്. ഒരു തെമ്മാടിക്കും എന്നിൽ സ്വാധീനം ചെലുത്താൻ പറ്റും വിധത്തില് ഞാനും അയാളും തമ്മിൽ സ്നേഹബന്ധത്തിൽ നീ ആക്കല്ലേ അല്ലാ. ഇപ്പൊ ഞാൻ മൂവാറ്റുപുഴ സെൻട്രൽ മസ്ജിദിലെ ഇമാമാണ്. 5 നേരം പള്ളിയിൽ വരുന്ന ഒരാൾ, അല്ലെങ്കിൽ വരാത്ത ഒരാൾ ഇടക്കിടക്ക് ഒരു ചായ മേടിച്ചു തരും. എനിക്ക് എപ്പോഴും ചിരിക്കും ചെയ്യും. നല്ലൊരു അറ്റാച്ച്മെന്റ് ഞാനുമായിട്ട് ഉണ്ടാക്കി. സ്വാഭാവികമായിട്ട് അദ്ദേഹം എന്റെ മനസ്സിനെ സ്വാധീനിക്കുന്ന ആളാണെങ്കിൽ അദ്ദേഹം പറയുന്ന ചിലതൊക്കെ എനിക്ക് കേൾക്കേണ്ടി വരും. സ്വാഭാവികല്ലേ, മനുഷ്യൻ സാമൂഹ്യ ജീവിയല്ലേ. റസൂലുള്ള പറയാണ്, ഒരു ഫാജിർ മോശപ്പെട്ട ആൾക്കും എന്നിൽ സ്വാധീനം ചെലുത്താൻ വിധത്തില് ഞാനും അയാളും തമ്മിൽ സ്നേഹബന്ധത്തിലാക്കല്ലേ അല്ലാൻ. ഈ അഴിമതി എന്ന് പറഞ്ഞാൽ പൈസ കൊടുത്തിട്ട് മാത്രമല്ല അഴിമതി, സ്നേഹബന്ധത്തിന്റെ അടിസ്ഥാനത്തിലും. മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയുടെ അമ്മായിയപ്പന്റെ അനിയൻ ഒരാളുണ്ട്, അയാളെ കണ്ട ഇടപാട് ശരിയാവും, എന്നിട്ട് അയാളെ പോയി കാണുക. കോഴയൊന്നും കൊടുക്കൂല, എന്നിട്ട് അവിടെ അനർഹമായത് സമ്പാദിക്കുക. അതും അഴിമതി തന്നെ, അതും അഴിമതി തന്നെ. സ്നേഹബന്ധത്തിന്റെ പ്രത്യേക ബന്ധങ്ങളുടെ അടിസ്ഥാനത്തിൽ അനർഹമായത് സമ്പാദിക്കുന്ന രീതി അതും അഴിമതി തന്നെയാണ്, അതും സൂക്ഷിക്കേണ്ട തന്നെയാണ്. നിങ്ങൾക്കറിയോ, സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, അവിടത്തേക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു ഭാര്യ ഉണ്ടായിരുന്നു. അന്ന് ബഹുഭാര്യത്വം പ്രോത്സാഹിപ്പിക്കപ്പെടുന്ന കാലാണ്. ഇന്ന് ബഹുഭാര്യത്വം പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല കേട്ടോ, അത് നല്ലതും അല്ല കേട്ടോ. ആരും മണ്ണാർക്കാട്ടുക്കും നിലമ്പൂർക്കൊന്നും വണ്ടി കയറിയിട്ട് ചുളിവില് ഉള്ള ഭാര്യന്റെ അനുവാദം ഒന്നും വേണ്ട എന്ന് മുസ്ലിയാർ ഫത്വ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ് പോണ്ട, ഒരു സുഖം ഉണ്ടാവില്ല, ഉള്ള സുഖവും നഷ്ടപ്പെടും. വസ്തുത അതാണ്. എന്നാൽ അന്നതല്ല, ഇനി ഉണ്ടായേക്കാം. ഇപ്പൊ യുദ്ധമൊക്കെ നടന്നപ്പോ ഫലസ്തീനിലൊക്കെ അവസ്ഥ, ആണുങ്ങൾ ഒരുപാട് മരിച്ചുപോയി, ഒത്തിരി പെണ്ണുങ്ങളായി. സ്വാഭാവികമായിട്ടും ബഹുഭാര്യത്വം വേണ്ടി വരും. സ്ത്രീകൾ കൂടുതലാണെങ്കിൽ സംരക്ഷണത്തിന് ആള് വേണ്ടേ? അപ്പൊ അന്ന് ആ കാലം ബഹുഭാര്യത്വം പ്രോത്സാഹിപ്പിക്കപ്പെടുന്ന ഒരു സന്ദർഭമാണ്. സാഹചര്യങ്ങൾ കാരണം ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യമാരിൽ ഒരുത്തിയോട് അവിടത്തേക്ക് വലിയ കൂടുതൽ ഇഷ്ടമാണ്. ഫലമ്മാ വല്ലൽ ഖിലാഫത, അബൂബക്കർ റളിയല്ലാഹു അൻഹു വഫാത്തായിട്ട് പിറകെ ഭരണാധികാരിയായി അധികാര കസേരയിൽ വന്നിരിക്കേണ്ട ഘട്ടമെത്തിയപ്പോൾ ഏറ്റവും പ്രിയങ്കരിയായ ഭാര്യയെ വിളിച്ചിട്ട് ഉമർ എന്നവർ പറഞ്ഞു, മോളെ, എനിക്ക് നീ പ്രിയപ്പെട്ടവളാണ്, നിനക്ക് ഞാനും അങ്ങനെയാണുള്ളത്. അതുകൊണ്ട് ഞാൻ ഈ അധികാരമേറ്റ സമയത്ത് ആരെങ്കിലും നീ മുഖേന അനർഹമായത് സമ്പാദിക്കാൻ വരുമോ എന്ന ആശങ്ക. നീ പറഞ്ഞാ പിന്നെ എനിക്ക് തട്ടാൻ പറ്റൂല, അത്ര ഇഷ്ട നിന്നോട് എനിക്ക്.
അതുകൊണ്ട് അനർഹമായത് നീ മുഖേന ആരെങ്കിലും നേടാൻ വരുമെന്ന് പേടിയുണ്ട്. അതുകൊണ്ട് പൊന്നുമോളെ, നമുക്കിവിടെ ത്വലാഖാകാ. നിനക്ക് തുടർന്നുള്ള ജീവിതത്തിന് വേണ്ട മതാഅ്, വേണ്ട ഗിഫ്റ്റ് ഞാൻ വകവെച്ച് തരാം. നമുക്ക് ഈ ദാമ്പത്യം ഇവിടെ അവസാനിപ്പിക്കാൻ. എന്തുകൊണ്ട്? പെട്ടുപോകുമെന്ന് പേടിച്ചിട്ട്. ചരിത്രത്തിലുണ്ട്. ഒരിക്കൽ ഇവരെ ത്വലാഖ് ചൊല്ലി വിട്ടിട്ടും പിന്നെ ഭാര്യയുണ്ട്, ആത്തിഖ ബീവി. സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ മറ്റൊരു ഭാര്യ ആത്തിഖ ബീവി. ബഹ്റൈനിൽ നിന്ന് കുറച്ച് മിസ്കിന്റെ പെർഫ്യൂം വന്നു, കസ്തൂരിയുടെ അത്തർ അന്ന് വലിയ സംഭവമാണ്. അന്ന് ഇന്നത്തേക്കാൾ പ്രാമുഖ്യം സഹാബാക്കൾക്കിടയിൽ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഫുഡിന് ചെലവാക്കിയതിലേറെ ഫണ്ട് അത്തറിന് ചെലവാക്കിയെന്ന് ചരിത്രത്തിൽ കാണാം. ഒരു സുന്നത്താണ്, സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒക്കെ. ബഹ്റൈനിൽ നിന്ന് കസ്തൂരിയുടെ അത്തർ വന്നു, പൊതു സ്വത്തായിട്ട് വന്നു. ഉമർ റളിയല്ലാഹു അൻഹു ഖലീഫയായ കാലത്താണ്. അപ്പൊ സാധനം വന്നപ്പോ ആത്തിഖ ബീവി അടുത്ത് നിൽപ്പുണ്ട്. ഇതൊന്ന് അളന്ന് തൂക്കി കണക്കാക്കാൻ ഒരാളെ കിട്ടിയിരുന്നെങ്കിൽ എന്നാ അതൊന്ന് കൃത്യമായിട്ട് എഴുതിയിട്ട് രേഖയായിട്ട് ബൈത്തുൽ മാലിന്റെ സ്വത്തായിട്ട് നീക്കി വെക്കാൻ, ഒന്ന് ഓഡിറ്റ് ചെയ്യാൻ, ഒന്ന് കണക്ക് കൂട്ടാൻ. ആത്തിഖ ബീവി പറഞ്ഞു, അതിന് ഞാൻ സേവനായിട്ട് ആ കസ്തൂരിയുടെ അത്തർ ഞാൻ അളന്നു തരാം. ഉമർ എന്നവർ പറഞ്ഞു, നീ അളക്കണ്ട. നീ അളക്കുമ്പോ നിന്റെ ദേഹത്തിൽ ഇച്ചിരിയൊക്കെ പുരണ്ടു പോവും. അതിന്റെ മണം, നറുമണം ഞാൻ പിടിക്കേണ്ടി വരും. നിനക്കോ എനിക്കോ അർഹതപ്പെട്ടതല്ല, അത് പൊതു സ്വത്താ, വേണ്ട, ഒഴിവാക്കി. പുറത്തുനിന്നൊരു പണിക്കാരനെ വിളിച്ചോടുന്നു. അയാളെ മേലെ പുരണ്ടാ തന്നെ ഉമർ എന്നവർക്ക് അതിന്റെ മണം കിട്ടാതെ രക്ഷപ്പെടാലോ. മറ്റൊരു സന്ദർഭത്തിൽ ഒരു അത്തറുകാരി പെണ്ണ്, വിൽപ്പനക്കാരി പെണ്ണിന് പൊതു സ്വത്തിലെ അത്തറ് വിൽക്കാൻ നേരത്ത് ഭാര്യയോട് പറഞ്ഞു, ഇത് അവൾക്കൊന്ന് വിറ്റേക്ക്, കൃത്യമായ തരുന്ന തുകയുടെ അളവിൽ ഈ അത്തറ് വിറ്റേക്ക് പറഞ്ഞു. മഹദി ആ അത്തറുകാരി പെണ്ണിന് ഇത് വിറ്റു, വില വാങ്ങി. അപ്പൊ അത് പകർത്തി കൊടുത്തപ്പോ ഇച്ചിരി കയ്യിലായത് അവർ മുഖമക്കനയിൽ തുടച്ചു. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ മുഖമക്കനയിൽ തൂത്തു. അവര് അത്തറുകാരി ആ ചരക്കും കൊണ്ടുപോയി ഫണ്ട് പൊതു ഖജനാവിൽ അടച്ച് അകത്ത് കയറിയപ്പോൾ ഉമർ എന്നവർക്ക് ഈ പെർഫ്യൂമിന്റെ ഗന്ധം കിട്ടി. ഇവിടെ വാ, എങ്ങനെ നീ ഇത് ദേഹത്ത് പുരട്ടിയത്? ഞാൻ പുരട്ടിയതല്ല, അത് അവർക്ക് പകർത്തി കൊടുത്തപ്പോൾ കയ്യിലായത് മക്കനയിൽ തൂത്തതാണ്. കുഴപ്പമില്ല, ഇങ്ങോട്ട് അടുത്തേക്ക് വാ. ആ മുഖമക്കനെ ഊരിയെടുത്ത് വെള്ളം ഒഴിച്ച് ഉമർ റളിയല്ലാഹു അൻഹു കഴുകുകയാണ്. കഴുകി മണത്ത് നോക്കുമ്പോൾ പോയിട്ടില്ല, പെർഫ്യൂമിന്റെ ഗന്ധം അവിടെ ഉണ്ട്. ഇന്നത്തെ പോലെ സോപ്പ്, പിയേഴ്സ് സോപ്പൊന്നും ഇല്ലല്ലോ, 501 കട്ടയൊന്നും ഇല്ലല്ലോ. മണ്ണെടുത്തിട്ട് ഉരക്കുക, മണ്ണെടുത്തിട്ട് കലക്കിയിട്ട് കഴുകുകയാണ്. എന്നിട്ട് നോക്കി, അപ്പോഴും പോയിട്ടില്ല. മൂന്നാമതും കഴുകി. ഇപ്പം എല്ലാം ഉറപ്പായപ്പോൾ നീ ഉണക്കിയിട്ട് തലയിലിട്ടേക്ക്. നമുക്ക് ത്വീബുൽ മുസ്ലിമീന തഅഖുദീനഹു, മുസ്ലിമീങ്ങളെ പൊതു അത്തറിൽ നിന്ന് നീ നിന്റെ ദേഹത്ത് പുരട്ടിയേ, ഞാനത് വാസനിക്ക്, അത് ഇവിടെ പറ്റൂല എന്റെ വീട്ടിൽ. സുബ്ഹാനല്ലാഹ്, അഴിമതിയെ കുറിച്ചുള്ള ഇത്ര ജാഗ്രത, അഴിമതിയുടെ കറ പോലും പുരളാത്ത, പൊടി പോലും പകരാത്ത വിധത്തിലുള്ള നീതിയിലധിഷ്ഠിതമായ ഈ ഖിലാഫത്ത് ഭരണം എവിടുന്ന്? സ്വന്തം ചിന്തിച്ചുണ്ടാക്കിയതല്ല. ലോകത്തെ ഏറ്റവും 1-ാം നമ്പർ നീതിമാൻ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് പഠിച്ചതാണ് ഉമർ എന്നവര്. എത്ര സംഭവം കാണാ ചരിത്രത്തില്. ഗാന്ധിജി വായിച്ച അത്ര പോലും നമ്മളാരും ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ വായിച്ചില്ല. ഗാന്ധിജി, നമ്മുടെ രാഷ്ട്രപിതാവ് പഠിച്ച അത്ര പോലും നമ്മൾ മുസ്ലിങ്ങൾ പഠിച്ചിട്ടില്ല എന്നുള്ള സത്യം. ചരിത്രത്തിൽ എത്ര സംഭവമുണ്ട്. ഒരിക്കൽ അവിടെ നിന്ന് ഖലീഫയായ കാലത്താണ് യമനിൽ നിന്ന് കുറെ പുതപ്പും തുണിത്തരങ്ങളും ഗനീമത്തായിട്ട് പൊതു സ്വത്തായിട്ട് വന്ന സമയത്ത് അത് വിഹിതിക്കാണ്. ഓരോരുത്തർക്കും ഓരോ തുണികൾ കൊടുത്തു. ഉമർ റളിയല്ലാഹു അൻഹുവിനും തന്റെ വിഹിതമായ ഒരു തുണി കിട്ടി. പുത്രൻ അബ്ദുല്ലാഹിബ്നു ഉമർ തങ്ങളുടെ മകൻ പ്രസിദ്ധ സ്വഹാബി അബ്ദുല്ല എന്നവർക്കും ഒരു തുണി കിട്ടി. മകനായ ഇബ്നു ഉമർ തങ്ങള്, ബാപ്പ സംഗതി ഭരണാധികാരിയൊക്കെ തന്നെയാണ്, ഇഷ്ടം പോലെ സമ്പത്ത് ഖജനാവിലുള്ള കാലാണ്, മുസ്ലിമീങ്ങളൊക്കെ സാമ്പത്തികമായിട്ട് മെച്ചപ്പെട്ട കാലാണ്. പക്ഷെ ഉപ്പാക്ക് ഡ്രസ്സ് കുറവാണെന്ന് മകൻ കണ്ടു. തനിക്ക് വിഹിതമായി കിട്ടിയ ആ തുണി ഉപ്പാക്ക് കൊണ്ടുപോയിട്ട് കൊടുത്തു. ഉപ്പ, ഈ ഖിലാഫത്തിലൊക്കെ അധികാര കസേരയിലൊക്കെ ഇരിക്കല്ലേ, മോശാണ്ട, എനിക്ക് പത്ര ഉള്ളത് മതി, എന്റെ ഈ തുണി കൂടെ ഞാൻ ഉപ്പാക്ക് സമ്മാനിക്കുന്നു കൊടുത്തു. ഉമർ റളിയല്ലാഹു അൻഹു
തനിക്ക് കിട്ടിയ തുണിയും മകൻ സമ്മാനിച്ച ആ തുണിയും ചേർത്തൊരു വസ്ത്രം ഉണ്ടാക്കി പ്രസംഗിക്കാൻ നിന്നു. അലൈക്കും ബിസ്സംഇ വത്വാഅ. ഏത് കുറച്ചു മുമ്പ് വിഹിതിക്കപ്പെട്ട തുടിത്തരങ്ങളിൽ നിന്ന് തനിക്ക് കിട്ടിയതും മോൻ സമ്മാനമായി തന്നത് രണ്ടും ചേർത്ത് വസ്ത്രമണിഞ്ഞ് നിന്ന് പ്രസംഗിക്കാൻ നിൽക്കുക ഉമർ എന്നവര്. അലൈക്കും ബിസ്സംഇ വത്വാഅ. ഖലീഫയായ ഞാൻ പറയുന്നത് നിങ്ങൾ ശ്രദ്ധയോടെ കേൾക്കുകയും അനുസരിക്കുകയും ചെയ്യണം. സദസ്സിന്റെ മധ്യത്തിൽ നിന്ന് സയ്യിദുനാ സൽമാൻ റളിയല്ലാഹു അൻഹു, പ്രസിദ്ധ സ്വഹാബി വര്യൻ സൽമാൻ എന്നവർ എണീറ്റ് നിന്ന് പറഞ്ഞു, ഞങ്ങൾ കേൾക്കുകയുമില്ല അനുസരിക്കുകയുമില്ല. സുബ്ഹാനല്ലാഹ്. ഉമർ എന്നവർ ചോദിച്ചു, അതെന്താ സൽമാനെ, ഞാൻ പറഞ്ഞത് നിങ്ങൾ കേൾക്കില്ല അനുസരിക്കില്ല എന്ന് പറയാൻ കാരണം എന്താ? ഉടനെ സൽമാൻ പറഞ്ഞു, എവിടുന്നാണ് ആ 2 വസ്ത്രം? ഇച്ചിരി മുമ്പ് പൊതുമുതൽ ഓഹരി വെച്ച സമയത്ത് ഞങ്ങളെപ്പോലെ ഒരു വസ്ത്രം മാത്രമാണല്ലോ തങ്ങൾക്കും അവകാശമായി കിട്ടിയത്. ഇപ്പോൾ ഇതാ 2 വസ്ത്രമണിഞ്ഞു വന്നിരിക്കുന്നു. എങ്ങനെ അത് നിങ്ങൾക്ക് കിട്ടി? ഞങ്ങൾ അഴിമതി വെച്ച് പൊറുപ്പിക്കൂല, ഞങ്ങൾക്ക് അതിന് ഉത്തരം വേണം. അത് കിട്ടിയിട്ടല്ലാതെ ഞങ്ങൾ താങ്കളുടെ ഉപദേശം കേൾക്കില്ല അനുസരിക്കില്ല എന്നാണ് പറഞ്ഞത്. ഉമർ റളിയല്ലാഹു അൻഹു ഉറക്കെ വിളിച്ചു, അബ്ദുല്ലാ. ആരും വിളി കേൾക്കുന്നില്ല. കാരണം എല്ലാവരും അബ്ദുള്ളമാരാണ്, ദൈവദാസന്മാരാണ്. അപ്പോൾ വിളിച്ചു, യാ അബ്ദുല്ലാഹി ഇബ്നു ഉമർ, ഉമറിന്റെ പുത്രനായ അബ്ദുള്ള. ഒരു മൂലയിൽ നിന്ന് മോൻ എണീറ്റ് വന്നു. എന്താ വാപ്പച്ചി? മോനെ, സത്യം പറയണം, ഈ വസ്ത്രമാരുടേതാ? ആ സദസ്സിൽ വെച്ച് ഉറക്കെ പറഞ്ഞു, വല്ലാഹി അതെനിക്ക് വിഹിതമായി കിട്ടിയ തുണി ഞാൻ ഉപ്പാക്ക് ഹദിയ തന്നതാണ്. അപ്പോൾ സദസ്സിൽ നിന്ന് സൽമാൻ എന്നവർ പറഞ്ഞു, ഇനി പറഞ്ഞോളൂ, ഞങ്ങൾ കേൾക്കാം, ഞങ്ങൾ അനുസരിച്ചോളാം. അഴിമതിരഹിത ഭരണം ഭരണാധികാരികൾ മാത്രമല്ല പ്രജകൾക്കും ഇതിൽ വ്യക്തമായ കാഴ്ചപ്പാടുണ്ടായിരുന്നു. ഈ അബ്ദുള്ള എന്ന് പറഞ്ഞ മോനെ ഇസ്ലാമിക് ഗവൺമെന്റിന്റെ മുഷാവറ മെമ്പറായിട്ട് എടുക്കണം എന്നൊരു ചർച്ച വന്നു. ഇസ്ലാമിക് ഗവൺമെന്റിന്റെ മുഷാവറ മെമ്പർ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ MLA അല്ലെങ്കിൽ MP സ്ഥാനമാണ്. ഉമർ റളിയല്ലാഹു അൻഹു മേലാധികാരി. മകനെ ഇസ്ലാമിക പാർലമെന്റിലെ MLA ആക്കാൻ എടുക്കാൻ ഒരു ചർച്ച നടന്നപ്പോ മഹാനായ ഉമർ തങ്ങളെ എതിർത്തിട്ട് പറഞ്ഞു, നോ, ഞാൻ അതിന് അനുവദിക്കില്ല. ഭരണാധികാരം, അധികാരസ്ഥാനം ഒരു നല്ല കാര്യമാണെങ്കിൽ, മെച്ചപ്പെട്ട കാര്യമാണെങ്കിൽ ഉമറിന്റെ കുടുംബത്തിന് അത് കിട്ടിയിട്ടുണ്ട്. ഞാൻ അധികാരിയാണ്, മതി. അധികാരം മോശമാണെങ്കിലോ, അധികാരം അപകടമാണെങ്കിലോ ഉമറിന്റെ കുടുംബത്തിൽ നിന്ന് ഒരാൾ മാത്രം വിചാരണ നേരിട്ടാ മതി. ഞാൻ അല്ലാഹുവിന്റെ കോടതിയിൽ സമാധാനം പറഞ്ഞാൽ മതി. എന്റെ മോനും കൂടി സമാധാനം പറയണ്ട. അതുകൊണ്ട് വേണ്ട, നിന്നെ മെമ്പറാക്കി എടുക്കുന്ന പ്രശ്നമല്ല, ഒഴിവാക്കി. ഒരിക്കൽ ഉമർ എന്നവർക്ക് രോഗം വരികയാണ്. വൈദ്യന്മാര് നിർദ്ദേശിച്ച മരുന്നെന്താ? നമ്മുടെ അലോപ്പതി മെഡിസിൻ ഒന്നും അന്നില്ലല്ലോ. അന്നത്തെ പ്രധാന മരുന്ന് തേനാണ്. വൈദ്യന്മാർ പറഞ്ഞു, ഇതിന് നിശ്ചിത ദിവസം ഇന്ന രീതിയിൽ തേനാണ് മെഡിസിൻ. ബൈത്തുൽ മാലിൽ ആവശ്യത്തിന് തേൻ അവിടെ കിടപ്പുണ്ട്. ഗവൺമെന്റിന്റെ വിഹിതമായ തേനുണ്ട്. ഒരു തുള്ളി തേൻ എടുത്തില്ല. പ്രസംഗിച്ചു കൊണ്ടിരിക്കെ സദസ്യരോട് പറഞ്ഞു, എനിക്ക് ഇന്ന അസ്വസ്ഥതകളുണ്ട്. വൈദ്യന്മാർ മരുന്നായിട്ട് തേൻ ആണ് ഉപയോഗിക്കാൻ പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾ അനുവദിച്ചാൽ ബൈത്തുൽ മാലിൽ ഇത്ര റാത്തൽ തേനുണ്ട്, അതിൽ നിന്ന് ഇച്ചിരി ഞാൻ എടുക്കും. നിങ്ങൾ അനുവദിച്ചില്ലെങ്കിൽ അതിനെനിക്ക് മെഡിസിൻ അല്ല, അതെന്റെ ഹറാമായ ഭക്ഷണമായി മാറും. സദസ് ഒറ്റ സ്വരത്തിൽ പറഞ്ഞു, അമീറുൽ മുഅ്മിനീൻ, അങ്ങല്ലേ അധികാരി, വേറെ പണിക്കും കച്ചവടത്തിനും പോകാൻ പറ്റൂലല്ലോ, ആവശ്യത്തിനുള്ള എടുക്കണമല്ലോ, ഞങ്ങൾക്ക് എന്തായാലും എതിർപ്പ്. അപ്പോഴാണ് എടുക്കുന്നത്. ഞാൻ നീട്ടിപ്പരത്തി പറയുന്നില്ല. അഴിമതിരഹിതമായി മുന്നോട്ട് പോയാൽ അള്ളാഹുവിന്റെ മുന്നിൽ വലിയ മാർക്കറ്റാ. മഹ്ശറാ വൻസഭയിൽ ഒരു പുൽക്കൊടിയുടെ നിഴൽ പോലും ഇല്ലാത്ത ഭയാനകമായ നാളില് അള്ളാഹു അവന്റെ സിംഹാസനത്തിന്റെ തണലിട്ട് കൊടുക്കുന്ന 7 ഗ്രൂപ്പിൽ 1-ാം ഗ്രൂപ്പ് ആരാന്നറിയോ? ഇമാമുൻ ആദിലുൻ, നീതിമാന്മാരായ അധികാരികളാണ്. അവരാണ് 1-ാം സ്ഥാനത്ത്. മാത്രല്ല, നീതിയോടുകൂടെ തന്റെ അധികാരം കൈയാളുന്ന ഒരു അധികാരി ദുആ ചെയ്താൽ അതിന് ഇജാബത്തുണ്ടെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വർഗ്ഗം ഉറപ്പിച്ചവരാണവർ. സലാസത്തുൻ മിൻ അഹ്ലിൽ ജന്ന, 3 ഗ്രൂപ്പ് സ്വർഗ്ഗം ഉറപ്പിച്ചവരാണ്. ഒന്നാരാ? ദൂ സുൽത്താനിൻ മുഖ്സിത്തുൻ മുവഫഖുൻ, അധികാരമുണ്ട്, ആ അധികാരത്തെ നീതിയോടെ കൈകാര്യം ചെയ്തു.
മുവഫഖുൻ, നല്ലത് ചെയ്യാൻ തൗഫീഖ് കിട്ടിയ അധികാരി. ഒന്നതാണ്. 2 റജുലുൻ റഹീമുൻ റഖീഖുൽ ഖൽബി ലികുല്ലി മുസ്ലിമിൻ, എല്ലാ മുസ്ലിം സഹോദരീ സഹോദരന്മാരോടും ദയാലുവായ, കൃപയുള്ള മനസ്സുള്ള, കാരുണ്യത്തോടെ വർത്തിക്കുന്ന സാധാരണക്കാരായ മുസ്ലിമീങ്ങൾ. എല്ലാവരോടും കരുണ കാണിച്ചാലേ സ്വർഗം ഉറപ്പിച്ചു എന്നാ പറഞ്ഞത്. 3 അഫീഫുൻ മുതഅഫിഫുൻ ദു ഇയാൽ, പ്രാരാബ്ധമുണ്ട്, ആശ്രിതരുണ്ട്, കെട്ടിയോളുണ്ട്, മക്കളുണ്ട്, ജീവിതം രണ്ടറ്റം മുട്ടിക്കാൻ പ്രയാസമുണ്ട്. ആരെ മുന്നിലും ആവലാതിയും വേവലാതിയും പറയാതെ വിശുദ്ധിയോടെ പിടിച്ചു നിൽക്കുന്നവൻ സ്വർഗം ഉറപ്പിച്ചിരിക്കുന്നു. ഖാല റസൂലുള്ളാഹി, സ്വഹീഹ് മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, അഴിമതിയില്ലാത്ത, കൈക്കൂലിയില്ലാത്ത, ക്രമരഹിതമായ വിധത്തിൽ തട്ടിയെടുക്കാത്ത വിധത്തിൽ നീതിയോടുകൂടെ നാം ചെയ്യുന്ന ഉത്തരവാദിത്തം അത് പരിമിതമായ അധികാരമാണെങ്കിലും എല്ലാവരും അധികാരികളാണ് റസൂലുള്ള പറഞ്ഞത്. കുല്ലുക്കും റാഈൻ, നിങ്ങളെല്ലാവരും രാജാക്കന്മാരാ. ഇവിടുത്തെ രാജാവ് അടുക്കളയിലെ രാജാവാണ് പെണ്ണ്, ബെഡ്റൂമിലെ രാജാവാണ് മണവാളൻ, കടയിലെ രാജാവാണ് അതിന്റെ ഓണർ. കുല്ലുക്കും റാഈൻ, എല്ലാവരും അധികാരികൾ. അതിന് പഞ്ചായത്ത് പ്രസിഡന്റ് ആകണമെന്നൊന്നുമില്ല. ഈ അധികാര സ്ഥാനത്ത് തുടരുമ്പോൾ നീതിയോടെ നിന്നാൽ അതിന്റെ നേട്ടാണ് ഈ പറഞ്ഞത്. നമ്മൾ 3 ആഴ്ച അഴിമതിയെക്കുറിച്ചും പറഞ്ഞു. ഇതും ഇവിടെ ഇന്ന് അവസാനിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് സാമ്പത്തിക രംഗത്ത് പറയാനുള്ള ഇമ്പോർട്ടൻ്റായ മറ്റൊരു പാർട്ട് കൂടെ പറഞ്ഞിട്ട് നമുക്ക് നിർത്താം. അതെന്താണ്? ധൂർത്തും പ്രത്യാഘാതവും. ധൂർത്ത് ഇതും കൂടി പറയാതെ നിർത്തിയാൽ ശരിയാവില്ല. നമ്മുടെ സമൂഹത്തിൽ ഒത്തിരി ആളുകൾ കണ്ണീര് കുടിച്ച് ജീവിക്കാൻ കാരണം, നമ്മുടെ സമൂഹത്തിൽ ഒത്തിരി ആളുകൾ ട്രെയിനിന് തലവെക്കാൻ കാരണം, 1.5 മീറ്റർ കയറിൽ എല്ലാം അവസാനിപ്പിക്കാൻ തീരുമാനിക്കാൻ കാരണം ധൂർത്താണ് പ്രധാനവില്ലൻ. അള്ളാഹുവും റസൂലും ധൂർത്തിന്റെ പ്രത്യാഘാതം എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട്. നമ്മളെ കല്യാണമൊക്കെ ഒന്ന് ചെറുതായിട്ട് ചർച്ച ചെയ്യേണ്ടി വരും. പലരും പൊള്ളും നിർത്തിയിട്ട് പറയാതിരിക്കാൻ പറ്റുമോ? നമ്മുടെ കല്യാണവും കളിയാട്ടവും ഇടപാടൊക്കെ കുറച്ചൊന്ന് പറയേണ്ടി വരും. ഇൻഷാ അല്ലാഹ് ധൂർത്തും പ്രത്യാഘാതവും അടുത്ത ആഴ്ച നമുക്ക് പറയാം. അല്ലാഹുവേ, നീ തന്ന സമ്പത്ത് നീ ഇഷ്ടപ്പെട്ട വിധത്തിൽ വിനിയോഗിക്കാനും നീ അനുവദിച്ച വിധത്തിൽ സമ്പാദിച്ചുണ്ടാക്കാനും നീ ഞങ്ങളെ സഹായിക്കണമേ. അതിനുവേണ്ട അറിവും ബോധവും ഞങ്ങൾക്ക് നൽകണമേ തമ്പുരാനെ. ഞങ്ങളുടെ ദുനിയാവും ആഖിറവും നീ വിജയിപ്പിച്ചു തരണമേ അല്ലാഹുവേ.